2026 അങ്ങനെ തുടങ്ങി. എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മൾ ഇപ്പോഴും റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടോ? ഞാൻ ഈ വർഷം ജിമ്മിൽ പോകും, ഹെൽത്ത് നല്ലോണം നോക്കും, അല്ലെങ്കിൽ ലൈഫ് സെറ്റ് ആക്കും, എക്സെട്ര എക്സെട്ര അല്ലെ? പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത് ആദ്യത്തെ ആഴ്ച അല്ലെ ആദ്യത്തെ മാസം തന്നെ ബ്രേക്ക് ആവുന്നത്. എനിക്ക് എപ്പോൾ സംഭവിക്കുന്നതാണ്, നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? പക്ഷേ ഈ വർഷം 2026 അത് നടക്കരുത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് എനിക്ക് കംപ്ലീറ്റ് ആക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സോ അതിലെനിക്ക് നിങ്ങളും കൂടെ വേണം. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, 2026 നമ്മുടെ റെസൊല്യൂഷൻസ് കംപ്ലീറ്റ് ആക്കാം. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ആപ്സ് ക്ലബ്. എല്ലാ വർഷവും ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മള് പല ചേഞ്ചസും ഫസ്റ്റ് ചേഞ്ചസ് നമ്മൾ വിചാരിക്കാൻ തന്നെ ആദ്യം നേരത്തെ എണീക്കും, നല്ല കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ കരിയറിൽ നല്ലോണം ഫോക്കസ് ചെയ്യും. അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച ഫോളോ ചെയ്യും. പക്ഷേ സത്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് നമുക്കിത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റെസൊല്യൂഷൻസ് എന്താണെന്ന് നമ്മൾ മറന്നുപോകും. 2026 ഡിസംബർ ആവുന്ന സമയത്തായിരിക്കും ഞാൻ 2026 എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടാവാം. ഓക്കെ പോട്ടെ, ഞാൻ 2027 ആവുന്ന സമയത്ത് എല്ലാം സെറ്റ് ആക്കും. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. 2026 നമ്മൾ എന്തൊക്കെയാണോ വിചാരിക്കുന്നത് നമുക്കത് 2026 തന്നെ കംപ്ലീറ്റ് ആക്കണം. ആദ്യം തന്നെ പറയാണ്, ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷണൽ വീഡിയോ അല്ല, അതുപോലെ തന്നെ ഒരു പ്രോമിസ് വീഡിയോയുമല്ല. പക്ഷേ മറിച്ച് ഇതൊരു ഡിസിഷൻ വീഡിയോ ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ എടുക്കേണ്ട ഒരു ഡിസിഷൻ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന 2026 നമ്മുടെ ചേഞ്ചസ് എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് സാധിക്കാനായിട്ട് പറ്റും. സോ ആ ഡിസിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ. 2026 ഞാൻ എന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്റെ സെൽഫിൽ ഞാൻ വരുത്തണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് നല്ല മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഹെയർ കെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഹെൽത്ത് കെയർ ചെയ്യും, ഒക്കെ പോട്ടെ, ഞാൻ നല്ല രീതിക്ക് പഠിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണലി നല്ല രീതിക്ക് ഫോക്കസ്ഡ് ആവും. ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന ഡിസിപ്ലിൻ ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്, അതൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ടോർച്ചർ പ്രോസസ് ആണ്, ഭയങ്കര ടഫ് ആണ് ഈ ഡിസിപ്ലിൻഡ് ആയി എടുക്കുക എന്ന് കരുതുന്നത്. അല്ല, ആക്ച്വലി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ 2026 ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ, നമ്മൾ എന്തായാലും മാറി. ആദ്യം തന്നെ പറയാണ്, ഇതൊരു ഓവർനൈറ്റ് ചേഞ്ച് ആയിരിക്കില്ല, ഒരു ഫേക്ക് ചേഞ്ച് ആയിരിക്കില്ല. നമ്മൾ നമ്മളിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ സ്ലോ ആയിട്ട്, റിയൽ ആയിട്ട്, പെർമനന്റ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ജിം ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഏത് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടേ കാര്യം, അല്ലെങ്കിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ആദ്യത്തെ ആഴ്ചയിലോ ആദ്യത്തെ മാസം തന്നെ ബ്രേക്ക് ആവുന്നത്. എന്ന് വെച്ച് ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ബ്രേക്ക് ആവുന്ന കാര്യം പറയുമ്പോൾ എല്ലാവരും ബ്രേക്ക് ആവുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. മേ ബി നിങ്ങൾ സക്സസ് ആവുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിരിക്കും. സക്സസ് ആവാതെ എന്നെ പോലെ ബ്രേക്ക് ആക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഡിസിപ്ലിൻഡ് ആയിരിക്കില്ല. ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളോടായതുകൊണ്ട് എനിക്ക് ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കാം. എല്ലാവരും പോലെ തന്നെ ഞാനും പെർഫെക്റ്റ് അല്ല. എനിക്ക് നല്ല രീതിക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ട്, നല്ല മടിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അത് ആക്ച്വലി ക്ഷീണമാണോ മടിയാണോ എന്ന് ഞാൻ തന്നെ തിരിച്ചറിയാറില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ എനിക്കറിയാം അതെന്റെ മടിയാണ്. അതുപോലെ തന്നെ നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവങ്ങൾ എല്ലാം എല്ലാവരും പോലെ എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വർഷം മാറ്റണമെന്ന് ആദ്യം തീരുമാനിച്ചത്. ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ 2026 നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞ ഈ ഡിസിപ്ലിൻ ഒരിക്കലും മോട്ടിവേഷണൽ ത്രൂ അല്ല. അതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ചോയ്സ് ആണ്. നമുക്ക് മോട്ടിവേഷൻ കിട്ടിയാലേ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന സമയത്ത് അതൊരു ടെമ്പററി സോഴ്സ് ആണ്. നമ്മൾ മറിച്ച് ഡിസിപ്ലിൻഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സോഴ്സ് ആണ്. ആ പെർമനന്റ് സോഴ്സ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ വർക്കിംഗ് ആൾക്കാരാണെങ്കിലും അതുമല്ല വെറുതെ ഹൗസ് വൈഫ് ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് കാണാൻ വേണ്ടി കിട്ടുന്നത്. സോ നമുക്കൊക്കെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ട് സാധിക്കാൻ വേണ്ടി പറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എണീക്കുന്ന സമയവും കിടന്നുറങ്ങുന്ന സമയം അതൊരു പെർട്ടിക്കുലർ സമയമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാം. അതായത് ചില ദിവസങ്ങളിൽ 6 മണിക്ക് എണീക്കും, ചില ദിവസങ്ങളിൽ 7 മണിക്ക് എണീക്കും, ചില ദിവസങ്ങളിൽ 10 മണിക്കൂറും, ചില ദിവസങ്ങളിൽ 11 മണിക്കൂറും. ഇത് ഒരു ഡിസിപ്ലിൻഡ് പേഴ്സന്റെ റുട്ടീൻ അല്ല. ഡിസിപ്ലിൻഡ് ആൾക്കാർ എണീക്കുന്നതിനും ഉറങ്ങുന്നതിനും ഒരു കറക്റ്റ് ടൈം കീപ്പ് ചെയ്യണം. ഇതാണ് നമ്മൾ ഈ വർഷം എടുക്കാൻ വേണ്ടി പോകുന്ന ഡിസിപ്ലിന് വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന നമുക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ഡിസിഷൻ. നമ്മൾ എണീക്കുന്നതിന്റെ ഉറങ്ങുന്നതിന് ഒരു കറക്റ്റ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ടൈം നമ്മൾ കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ എണീക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഫോൺ യൂസേജ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും, കുറയ്ക്കും എന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യം കുറച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളത് ഫെയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് കുറയ്ക്കുക, അവോയ്ഡ് ചെയ്യും. അതാണ് നമ്മുടെ ഡിസിപ്ലിനിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മൾ എല്ലാ ദിവസവും ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കും. ഇപ്പൊ വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ആരെ കുറിച്ച് പറയാം, നമ്മളുടെ തന്നെ പാരന്റ്സ് ആയിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ആരാണെങ്കിലും നമ്മൾ ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് ചെലവഴിക്കാറുണ്ടോ? അതായത് വേറൊരാളുടെ കൂടെ പോയി ഇന്ന് സംസാരിക്കുന്നതല്ല. നിങ്ങളെ സ്കിൻ കെയർ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽത്ത് കെയർ, നിങ്ങളെ ഹെയർ കെയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ പീസിന് വേണ്ടിയിട്ട് ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം.
ഇതാണ് നമ്മളുടെ 2026 ഡിസിപ്ലിനിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന തേർഡ് റൂൾ എന്ന് പറയുന്നത്. അതല്ലാണ്ട് 2026 ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ജിമ്മിന് പോകും, രണ്ടാമത്തെ ആഴ്ചയിൽ ജിമ്മിന് പോകില്ല. പിന്നെയും ആൾക്കാർ നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻസ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ടോ എടുക്കണമെന്ന് ഒരു നിർബന്ധവും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി കാരണം എനിക്ക് 2026 ചേഞ്ചസ് വേണം, എനിക്ക് അതിന് കമ്പനി വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ എടുത്ത് ഇത് കാര്യം പറഞ്ഞത്. കാരണം എനിക്ക് പണ്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യം 2024 ഞാൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ന്യൂ ഇയർ റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ജിമ്മിന് പോയത്. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എന്റെ ബോഡി അല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ഡിസിപ്ലിൻ ആവാതെ ഞാൻ ജിമ്മിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിന്റെ ഒരു ഓരോ കാര്യങ്ങൾ വെയിറ്റ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ട്രെഡ്മിൽ ആയിക്കോട്ടെ, എന്ത് എടുക്കുന്ന സമയത്തും എന്റെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതായത് ഞാൻ പെട്ടെന്ന് ഒരു വലിയ വർക്ക് കൊടുക്കുന്ന പോലെ എന്റെ ബോഡിക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടയർഡ്നെസ് അല്ലെങ്കിൽ മടി അല്ലെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻ എല്ലാം കാരണം ഞാൻ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ 2025 എന്റെ റെസൊല്യൂഷനിൽ ജിം എന്ന സാധനം ആഡേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ 2026 ഞാൻ ജിം എന്ന കാര്യം ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ എനിക്ക് അന്ന് ഉണ്ടായ മിസ്റ്റേക്ക് ആണ് ഡിസിപ്ലിൻ അല്ലാണ്ട് ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തു എന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. എനിക്ക് കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ 2026 കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട് ഫോർ മൈ സെൽഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ കറക്റ്റ് ഡിസിപ്ലിൻ ലൈഫ് എന്റെ പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ഡിസിപ്ലിൻ ലൈഫ് കീപ്പ് ചെയ്യണം. അപ്പം അങ്ങനെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ വരുത്തേണ്ട, എന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലാണ് വരുത്തേണ്ട ചെറിയ ചെറിയ മാറ്റങ്ങൾ. ആ മാറ്റങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജിമ്മിലൊക്കെ പോകണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അത് ജിമ്മിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു 10 ദിവസം ഒക്കെ നിങ്ങൾ ഒരു ഈവനിങ് വോക്കോ മോർണിംഗ് വോക്കോ ആദ്യം ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ബ്രീത്തിങ് കൺട്രോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാമിന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ അതുമായിട്ട് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കോമ്പിനേഷന് വേണ്ടി നിങ്ങൾ അതിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കുക. തയ്യാറെടുത്തതിന് ശേഷം നിങ്ങൾ ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുക. എനിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്ത് ഞാൻ നടക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ എനിക്ക് ഇരുന്നിട്ടുള്ള വർക്കാണ്. അപ്പം എനിക്ക് വ്യായാമം എന്റെ ബോഡിയിൽ തീരെ കൊടുക്കാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ജിമ്മിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനെ തീരെ അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം 10 ദിവസമൊക്കെ ഒന്ന് മോർണിംഗ് വർക്ക് അല്ലെങ്കിൽ ഈവനിംഗ് വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രെച്ച് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജിമ്മിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മൾ അതിന് സമ്മതിക്കില്ല, ബോഡി വല്ലാണ്ട് ടയർഡ് ആവുന്ന ഒരു ഫീൽ കിട്ടും. അതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എല്ലാവർക്കും ഉണ്ടാവും ഞാൻ പറയുന്നില്ല. എന്റെ ഒരു സജഷൻ ആണ്, നിങ്ങൾ ജിമ്മിലേക്ക് ജോയിൻ ചെയ്യാൻ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോയി നോക്ക്. അല്ലെങ്കിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യും ഇവർ ഇങ്ങനെ പോയി നോക്കണോ, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ജിമ്മിൽ ജോയിൻ ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കമന്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള ഈ 7 ദിവസങ്ങൾ മുന്നോട്ടേക്കുള്ള ഒരാഴ്ചയിൽ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം. ദെൻ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് നമ്മുടെ ഡിസിപ്ലിന്റെ അടുത്ത സ്റ്റെപ്പ് അടുത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബോഡിയെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ അതിന് വേണ്ടിയിട്ട് സെറ്റ് ആയിട്ട് കിട്ടാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും ഉറപ്പാണ് ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കും. നിങ്ങളുടെ ആർക്കൊക്കെ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റി, നിങ്ങൾ ആരൊക്കെയാണ് എന്റെ കൂടെ ഈ 2026 ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസിപ്ലിൻ എന്ന റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നത് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ DM ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്റെ ചാനലിൽ അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും DM ചെയ്യാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് നല്ല രീതിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാം. പിന്നെ അപ്കമിങ്ങില് ഞാൻ നിങ്ങൾ കുറെ ആൾക്കാർ എനിക്ക് ഹെയർ ബേസ് ചെയ്തിട്ട് പല പ്രോട്ടീൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ബേസ് ചെയ്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ വരെ നിങ്ങൾക്ക് ഡ്രിങ്ക്സിനെ ഞാൻ ബേസ് ചെയ്ത വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഞാൻ ക്ലിയർ ചെയ്തു. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ വീഡിയോസ് ആയിട്ടാണ് ചെയ്തത്. അപ്കമിങ്ങിൽ നമുക്ക് അതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ചെറിയ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസിന്റെ ഒരു സീരീസ് വീഡിയോ ആണ്. ഒരു 15 എപ്പിസോഡ് സീരീസ് ആയിരിക്കും അത് ഉണ്ടാവുക. അതിന്റെ വീഡിയോസിന്റെ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.